നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ശ്രീഹരേ നമ. നാരായണാഖിലഗുരോ എന്ന് പറയാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഭാഗം ഗജേന്ദ്രൻ്റെ ഈ വിശിഷ്ടമായിട്ടുള്ള ആ പ്രാർത്ഥന. അതെന്തോ വളരെ ചെറുപ്പത്തിൽ ഉറച്ചു പോയതെനിക്ക്, അതങ്ങനെ ശീലമായി. അങ്ങനെ ആദ്യമായിട്ട് പ്രഭാഷണം ചെയ്ത് തുടങ്ങിയപ്പോഴും ആദ്യം വന്നത് അതാണ് വായിൽ. പിന്നെ അത് ഞാൻ മാറ്റിയില്ല, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ഗജേന്ദ്രൻ്റെ കഥ 8ാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായം തൊട്ടാണ് വരുന്നത്. ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ മാഹാത്മ്യം പഠിച്ചപ്പോൾ തൊട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ജ്ഞാനവൈരാഗ്യസഹിതമായ ഭക്തിയാണെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വരിയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ജ്ഞാനവും വൈരാഗ്യവും കൂടെ നിൽക്കുന്ന, മക്കളായിട്ട് നിൽക്കുന്ന ഭക്തിയാണ് ഭാഗവതത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. വെറും ഭക്തി സ്റ്റാൻഡ് അലോൺ ആയിട്ടല്ല. ഇന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പോഴത്തെ ഭക്തി പ്രസ്ഥാനക്കാരുടെ ഒരു പുസ്തകം കണ്ടാണ്. അവർക്ക് ദ റിയൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഭാഗവതം എന്നൊക്കെ പറഞ്ഞിട്ട്, ഓതറൈസ് ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഓതറൈസ്ഡ് ഭാഗവതം എന്നാണ്. എന്നിട്ട് അതിൽ പറയണത് മുഴുവൻ അസംബന്ധവും. അപ്പോൾ ഈ ഗജേന്ദ്രമോക്ഷമൊക്കെ വൃത്തിയായിട്ട് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ മൾട്ടിറ്റ്യൂഡ് ഓഫ് നോൺസെൻസുകൾ നമ്മുടെ ചുറ്റുമുള്ളതിൽ നിന്ന് കുറേയൊക്കെ രക്ഷ കിട്ടും. ഈ മൾട്ടിറ്റ്യൂഡ് ഓഫ് നോൺസെൻസുകളുടെ ഇടയിലാണ് ആധ്യാത്മിക ജീവിതം നമ്മൾ നയിക്കുന്നത്. അപ്പോൾ പിന്നെ ഭൗതിക ജീവിതം നയിക്കുന്ന ആൾക്കാരെ ആരും പറയാനില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഗജേന്ദ്രമോക്ഷം കഥ. നമുക്കുണ്ടാകുന്ന സകല കൺഫ്യൂഷൻസിൻ്റെയും മൂലകാരണം എന്താണ്, ഇത് അന്വേഷിക്കണം. അതിന് ഭാഗവതത്തിലെ മറ്റ് ടോപ്പിക്കുകളൊക്കെ വരണ പോലെ കറക്റ്റായിട്ടുള്ളൊരു പ്രോഗ്രഷനുണ്ട്. ആ പ്രോഗ്രഷൻ എന്താണെന്ന് പറയാം. ഒന്ന് നോക്കണം, ആരാണ് ഈ കഥ പറയണത്? പരമഹംസനായിട്ടുള്ള ശുഗനാണ്. ശുഗൻ സാധാരണക്കാരനല്ല, വ്യാസനേക്കാളും വലിയ മകനാണ് ശുഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരമഹംസനാണ്. ബ്രഹ്മചര്യത്തിൽ, ബ്രഹ്മചര്യം വെച്ചാൽ അത് ശരീരത്തിൻ്റെ ഒരു വിഷയമല്ല, മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചിട്ട് ബ്രഹ്മം കാണുന്ന സകല വസ്തുക്കളിലും കണ്ടുകൊണ്ട് വിശ്വഭാവന ചെയ്തിട്ട് സഞ്ചരിക്കുന്നവനാണ് പരമഹംസൻ. അദ്ദേഹത്തിന് സ്ത്രീയിലും പുരുഷനിലും ഒരേപോലെ ബ്രഹ്മദർശനം ചെയ്യാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് ലിംഗവ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശുഗൻ സഞ്ചരിക്കുമ്പോൾ സ്ത്രീകൾ നിർബാധം കുളിക്കുമായിരുന്നു. വ്യാസൻ സഞ്ചരിക്കുമ്പോൾ പോലും അവർ മാറി നിൽക്കുക, ഒളിഞ്ഞു നിൽക്കുക, വസ്ത്രം ധരിക്കുകയോ ചെയ്യും. ശുഗൻ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് അറിയാം ബ്രഹ്മനിഷ്ഠൻ. തമിഴിൽ സാധാരണ പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോൾ ആചാര്യന്മാർ ബ്രഹ്മനിഷ്ഠാൾ എന്ന് മാത്രമേ പറയുള്ളൂ, ശുഗന് പോലും പറയില്ല. ആ വാക്ക് ബ്രഹ്മനിഷ്ഠാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹത്തിന് ബ്രഹ്മദർശനമല്ലാണ്ട് മറ്റൊന്നും കാണില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അദ്ദേഹം കാണുന്നതൊക്കെ ബ്രഹ്മ. അദ്ദേഹത്തിൻ്റെ അഭ്യാസബലം അത്രയാണ്, പൂർവ്വജന്മങ്ങളിൽ നിന്നും ആ ജന്മത്തിലും അദ്ദേഹം അങ്ങനെയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളോ, ഈ പരീക്ഷിത്തോ, ഭഗവാന്റെ കഥയല്ലാണ്ട് ഒന്നും കേൾക്കില്ല ഞാനിനി എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാൾ. അതെന്തുകൊണ്ട് നിർബന്ധം പിടിച്ചു എന്ന് ചോദിച്ചാൽ, ഇനി അവശേഷിച്ചിട്ടുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഇടയിലെ ബ്രേക്കിൽ ഞാൻ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഓഫീസിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എഡിറ്റ് ചെയ്യണ കുട്ടികൾ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഒരു വിചിത്രമായിട്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഈ ഭാഗവത പ്രഭാഷണത്തിൻ്റെ അപ്ലോഡിൽ പരീക്ഷത്തിന് 7 ദിവസത്തിനുള്ളിൽ മരിക്കുന്നറിയായിരുന്നു, നമുക്കതറിയില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സ്ത്രീ ചോദിച്ചിരിക്കണേ. ഞാനതിന് കറക്റ്റ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കഥ കേൾക്കണ പരീക്ഷത്തിൻ്റെ ദൃഢനിശ്ചയം, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസു ആയിരിക്കുക, ഭഗവാനിൽ ഉറച്ചു നിൽക്കണം എന്ന് ഉറപ്പിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സംശയങ്ങൾ തീരേണ്ട ആ വൈകുണ്ഠ പാതയിലേക്ക് നമ്മൾ കയറി. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ സംശയങ്ങളൊക്കെ അവസാനിക്കുന്ന അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും പോലും ഓർമ്മ വന്നില്ല എന്നാണ് പറയണത് ഭാഗവതം. 8ാമത്തെ സ്കന്ധം 1ാമത്തെ അധ്യായത്തിൽ 33ാമത്തെ ശ്ലോകം പരീക്ഷത്തിൻ്റെ ഇത്രയും ദിവസമായിട്ടുള്ള അവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ, കഥ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, പ്രായോപവേശമാണ്, ഉറങ്ങിയിട്ടുമില്ല, അങ്ങനെ ഇരുന്ന് കേൾക്കണം. ഇനിയും കേൾക്കണം എന്നാൽ ബുദ്ധി തെളിഞ്ഞാൽ നിൽക്കണത്. ചോദിക്കണം, നമ്മളാണെങ്കിൽ ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിലേ ബുദ്ധി മറിയും നമ്മുടെ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഇങ്ങനെ തീക്ഷ്ണമായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഭാഗവതത്തിൽ ആ കഥയുടെ പ്രോഗ്രഷനിൽ നമ്മൾ എപ്പോഴും അടിക്കടി ഓർമ്മിപ്പിക്കേണ്ട സെറ്റിംഗ് ഇതാണ്. ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ടിരിക്കുന്നതാണ് ഭാഗവതം പറയണത്. ഭാഗവതം പറയണ ആൾ പരമഹംസനായിട്ടുള്ള ശുഗനാണ്. കേൾക്കുന്നത് പ്രായോപവേശം ചെയ്തിട്ട് മരണം കാത്തിരിക്കുന്ന, ഭഗവാന്റെ കഥകളിൽ മാത്രം താല്പര്യമുള്ള, ബ്രഹ്മദർശനത്തിൻ്റെ കാഴ്ച ഉണ്ടാവാനുള്ള ആഗ്രഹിക്കുന്ന, കൂടുതൽ അറിയാൻ താല്പര്യമുള്ള, നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന പരീക്ഷിത്തുവാണെന്നുള്ള ബോധത്തിൽ വേണം ഓരോ എപ്പിസോഡിനെയും സമീപിക്കാൻ. ഈ എപ്പിസോഡിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്. ഇവിടെ ഭാഗവതത്തിൽ പലതരത്തിൽ മായ കാണിക്കുന്നുണ്ട്. മായ പല രൂപങ്ങളിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. 5-ാമത്തെ സ്കന്ധത്തിൽ ഭരത മഹാരാജാവിന്, ചക്രവർത്തിക്ക് ഒരു മാനിൻ്റെ രൂപത്തിൽ മായ വന്ന് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. 6-ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ ചിത്രകേതുവിൻ്റെ വിഷയാസക്തി വന്നു. ചിത്രകേതു എന്ന് പറഞ്ഞാൽ തന്നെ മെൻ്റൽ പിക്ചേഴ്സ് ഒരുപാടുള്ള ആൾ, ഇമാജിനേഷൻസ് ഒരുപാടുള്ള ആൾ എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞു. അവിടെയും മായാസക്തി കാരണം അങ്കിരസ് വന്നിട്ട് നിനക്ക് ഞാൻ ബ്രഹ്മജ്ഞാനം തരാൻ പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് കുട്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുത്രേഷണ ഉണ്ടാക്കി, അതുവഴി ലോകേഷണ ഉണ്ടാക്കി ആ കുട്ടി മരിക്കണയിൽ മനസ്സ് തകർന്ന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ കണ്ടു. അത് പലപ്പോഴും ലോകത്തിൽ അങ്ങനെയാണ്. സന്യാസിമാർ, അറിവുള്ളവർ വന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ പറയണതിനെ അപ്പം തലയാട്ടി കേട്ട് അത് കഴിഞ്ഞ് അവർ പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങിയാൽ വന്നിട്ട് പറയുക, എൻ്റെ മകന് ജോലിയൊന്നും ആയിട്ടില്ല, വല്ല മന്ത്രം പറഞ്ഞു തരുമോ സ്വാമി ചോദിക്കും. ഇതാണ് പതിവ്. അത് ആ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും അങ്ങനെയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വജ്രക്കടയിൽ ചെന്നിട്ട് സൂചി ചോദിക്കരുത്. ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കഴിയുന്ന വജ്രം ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ബ്രഹ്മജ്ഞാനം സ്വീകരിക്കാണ്ട് മകൻ വേണം എന്ന് പറഞ്ഞ ചിത്രകേതുവാണ് നമ്മളൊക്കെ. സംസാരത്തിൻ്റെ വലയിൽ നിന്ന് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് തരം താഴ്ത്തും. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു ഭാഗവതം കേൾക്കാൻ വരരുത്. ഞാനത് വളരെ ക്രൂരമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്രൂരമായി പറഞ്ഞു വെച്ചാൽ, ഭാഗവതത്തിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെയൊക്കെ പരമഹംസരാക്കുക എന്നുള്ളതാണ്. നമുക്ക് അവകാശമില്ല എന്ന് നമ്മൾ വിചാരിക്കണേ. അശുക മഹർഷി പറഞ്ഞു, നിങ്ങളൊക്കെ അവകാശികളാണ്, നിങ്ങൾക്കാകാം, നിങ്ങൾക്ക് എന്നെ പോലെ ആകാം, എന്നെ പോലെ ആകാം എന്ന് പറയണു. പരീക്ഷിത്ത് നമുക്ക് വേണ്ടി ചോദ്യം ചോദിക്കണം. ഇതിൽ പരം ഭാഗ്യം നമുക്ക് എന്താ വേണ്ടത്? അതുകൊണ്ട് 7-ാമത്തെ സ്കന്ധത്തിൽ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് ഈ 5ഉം 6ഉം സ്കന്ധങ്ങളിൽ സംസാരത്തിൽ കുടുങ്ങിപ്പോണ ആൾക്കാരെ കഥ പറഞ്ഞിട്ട് 7-ാമത്തെ സ്കന്ധം വരുമ്പോൾ ഞാൻ സാംസാരിക വിഷയങ്ങൾ പഠിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന പ്രഹ്ലാദനെ നമുക്ക് കാണിച്ചു തരുന്നു. എത്രത്തോളം സാംസാരികമായിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാണ്ടിരിക്കുന്നോ അത്രത്തോളം ദ്വന്ദ്ഭാവം കുറയും. ഞാൻ ഇന്നലെ മോഡേൺ എഡ്യൂക്കേഷൻ ചെയ്യണതിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു തന്നല്ലോ. ആ കുഴപ്പത്തിൻ്റെ ഭാഗമാണ് എല്ലാം വെവ്വേറെ വാലിഡേറ്റ് ചെയ്ത് വാല്യുവേഷൻ ചെയ്ത് കാണാൻ പഠിപ്പിക്കും. അപ്പോൾ സാംസാരിക വിഷയങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ്റെ കഥ വരും. ആ പ്രഹ്ലാദനെ പോലെ നിഷ്ഠയുണ്ടെങ്കിൽ സംസാരത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും. കാരണം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകാൻ സാധിക്കും. പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ദ്വൈത വിദ്യയാണ് സംസാരത്തിൽ. എല്ലാം ഇതൊന്ന്, മറ്റേത് വേറൊന്ന്, അത് വേറൊന്ന്, അത് വേറൊന്ന്, ഞാൻ എന്നെ കേന്ദ്രീകരിച്ചിട്ട് അത് 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 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ച് ആ വസ്തുക്കളിൽ നിന്ന് സുഖമോ, ആ വസ്തുക്കളിൽ നിന്ന് ദുഃഖമോ, ആ വസ്തുക്കളിൽ നിന്ന് ഭീതിയോ, ആ വസ്തുക്കളിൽ നിന്ന് രക്ഷയോ വന്നുകൊണ്ടിരിക്കും. ഇത് മനസ്സിലുണ്ടാവണത്. നമ്മളൊരു വസ്തുവിനെ പേടിക്കുന്നു, വേറൊരു വസ്തുവിനെ സ്നേഹിക്കുന്നു, വേറൊരു വസ്തുവിനെ ആഗ്രഹിക്കുന്നു, വേറൊരു വസ്തുവിനെ വെറുപ്പോടെ തള്ളുന്നു. കാരണം അത് വേറെയാണെന്നുള്ളൂ. പിന്നെ അഘോരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാറ്റിലും ശിവനായ എങ്ങനെ എന്തിനെ അറയ്ക്കും? അറപ്പ് എന്ന് പറയുന്നത് എന്ത്? അങ്ങനൊന്നുമില്ല എന്ന് വരും. അപ്പോൾ ഇത് അഭ്യസിക്കുമ്പോൾ പ്രഹ്ലാദനെ പോലെ നിഷ്ഠ എല്ലാവർക്കും ഉണ്ടാവില്ല. ഏത് മഹാത്മാവിനും ചിലപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഭഗവാനെ മറക്കും. അത് എത്ര വലിയ സന്യാസിയാണെങ്കിലും ഒരു വിസ്മരണം സംഭവിക്കും, ആത്മവിസ്മരണം സംഭവിക്കും. ഈ ആത്മവിസ്മരണം സംഭവിക്കുന്നതിൻ്റെ പേടിയാണ്. ആ ആത്മവിസ്മരണത്തിനെ തന്നെയാണ് ദ്വൈതഭാവം എന്ന് പറയുന്നത്. രണ്ടായി കാണുക. ആ രണ്ടായി കാണാനുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാനെ, നമ്മുടെ സ്വരൂപത്തിനെ നമ്മൾ മറക്കും. ഈ പേടിയുള്ളതുകൊണ്ടാണ് ഭഗവാന്റെ മടിയിലിരുന്നിട്ട് ഇത്രയും രൗദ്രമായിട്ടുള്ള ആ രൂപത്തിലേക്ക്, ആ സടയിൽ കൂടെ അങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രഹ്ലാദൻ പറഞ്ഞത്, അങ്ങയുടെ ഈ രൂപം എന്നെ പേടിപ്പെടുത്തുന്നില്ല, പക്ഷേ സംസാരം എന്നെ പേടിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാട്ടിപ്പോയിട്ടിരുന്നിട്ട് അങ്ങേ ഭജിക്കാനാണ് വിചാരിക്കുന്നത് പറയുമ്പോൾ ഭഗവാൻ അങ്ങനെയല്ല വേണ്ട, നീ ഈ
ഗാർഹസ്ഥ്യം സ്വീകരിച്ച് രാജാവായിരുന്നു, ഭരിച്ച് ചിരഞ്ജീവിയായിട്ടിരുന്ന് എന്നെ ധ്യാനിക്കുക എന്നാണ് പറഞ്ഞത്, ആരാധിക്കാൻ പറഞ്ഞിട്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുക്തിമാർഗം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രഹ്ലാദൻ പോലും ആ സെൻസ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എൻ്റെ മനസ്സ് പതറിപ്പോകാം, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മിക്ക സാധകന്മാർക്കും അനുഭവമാണ്. ഏത് ദശയിൽ ഭഗവാന്റെ വിസ്മരണം അടിക്കടി ഉണ്ടാവണോ, ആദ്യമൊക്കെ ഒരു ദിവസമൊക്കെ വരുള്ളൂ, ചിലപ്പോൾ 1 മിനിറ്റൊക്കെ ഭഗവാനെ മറന്നുണ്ടാവുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടാൽ പിന്നെ 2 മിനിറ്റ് മറക്കലാവും, പിന്നെ മണിക്കൂറിൽ ഒരു 10 തവണയാവും, പിന്നെ മണിക്കൂറുകൾ മറക്കും, പിന്നെ ദിവസങ്ങൾ മറക്കും. ഭരതന് സംഭവിച്ചു അല്ലേ? മാനിൻ്റെ പുറകെ പോയതോടുകൂടിയിട്ട് ജപം പോയി, എല്ലാം പോയി, മറന്നുപോയി, മാനായി അവസാനമെല്ലാം. അങ്ങനെ വരുന്ന അവസ്ഥയെ വീണ്ടും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആത്മവിസ്മരണത്തിൻ്റെ പ്രതീകമായിട്ട് ജഡബുദ്ധി എന്ന് പറയും. നമ്മൾ ഈശ്വരനെ വിരോധിച്ച് നിൽക്കുന്ന ബുദ്ധിയെ ദക്ഷൻ എന്ന് വിളിച്ചു, ഈശ്വരന് അനുകൂലമായിട്ട് നിൽക്കുന്ന ബുദ്ധിയെ ദധീജി എന്ന് വിളിച്ചു, ഇപ്പോൾ ഈശ്വരനെ മറന്ന ബുദ്ധിയെ ഗജേന്ദ്രൻ എന്ന് വിളിക്കും. അതുകൊണ്ട് ജഡബുദ്ധിയാണ് ഗജേന്ദ്രൻ. ഈ ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ പ്രത്യേകത, ആനയുടെ ശരീരം ഒരു ജഡവസ്തു പോലെയാണ് സങ്കല്പം, ഒരു മാസമാണ്. നമ്മൾ പറയില്ലേ ഒരു പിണ്ഡം എന്ന് പറയും, ആ പിണ്ഡാവസ്ഥ കൊടുത്തിരിക്കുകയാണ്. ആ ആന നമ്മുടെ ആത്മവിസ്മരണത്തിനെ കാണിക്കുന്നു. ഓരോ ജീവികളിലും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോന്ന് പോയിട്ട് മരണത്തിൽ ചെന്ന് ചാടണമെന്ന് നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നും. മാൻ എവിടെ ശബ്ദം കേട്ടാലും ഇങ്ങനെ നിൽക്കും, കണ്ടിട്ടുണ്ടോ? ഈ ശബ്ദം കേട്ട് നിൽക്കുമ്പോഴാണ് പാത്ത് വരുന്ന പുലി അതിൻ്റെ മേലെ ചാടി വീഴുന്നത്, ഇല്ലെങ്കിൽ മാനിനെ തൊടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ശബ്ദം, ഞാൻ ഈ നാഷണൽ ജോഗ്രാഫിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ ഈ സഫാരി വെഹിക്കിളുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മറ പിടിച്ചിട്ട് ഈ ചീറ്റകൾ നിൽക്കും. അവറ്റകളുടെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇത്തരം വണ്ടികൾ കണ്ട് ശീലമുള്ളതുകൊണ്ടും ക്യാമറയൊന്നും ഒറ്റകൾക്ക് പേടിയില്ല. അവർക്കറിയാം ഇതൊക്കെ എത്രയോ ആയിരക്കണക്കിന് മൈലുകൾ കിടക്കണ നാഷണൽ പാർക്കുകളാണ്. അപ്പം നമ്മൾ ഈ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാം ഈ ചീറ്റ നമ്മുടെ വണ്ടിയുടെ മറ പിടിച്ചിട്ടുണ്ടാവും. ഈ ചീറ്റ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ശ്രദ്ധ തിരിച്ചുവിടാൻ എന്തെങ്കിലും അങ്ങോട്ട് എറിയുക, അപ്പോൾ ആൾ അങ്ങോട്ട് ഓടും ശബ്ദം കേട്ടിട്ട്. ഇതുമാതിരി കായലുകൊണ്ട് ഒരൊറ്റ തോണ്ടണം എന്തെങ്കിലും അവിടേക്ക്, മാൻ അവിടെ കേട്ട് പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് നോക്കും. ആ നോക്കണേൽ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ചാടി വീഴും. ഇങ്ങനെ മരണം വരുന്നത് മാനിനെ എങ്ങനെയാണോ ശബ്ദം മായയുടെ രൂപത്തിൽ മരണത്തിലേക്ക് എത്തിക്കുന്നത്, വെളിച്ചം കണ്ടിട്ട് പാറ്റകൾ വരുന്നു, ഇതിൽ വന്ന് വീഴും. ഇപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്തു, ഇവിടെ ഇപ്പോൾ മഴ പെയ്തു, ഈയാമ്പാറ്റകൾ വന്നിട്ടുണ്ടെങ്കിൽ നേരെ വരും, കത്തി ചാമ്പലായി പോകും. അത് മായയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ആന പിടിയാനയിലുള്ള ആസക്തി കൊണ്ട് കുഴിയിൽ വീഴും. പിടിയാന ഉപയോഗിച്ചിട്ടാണ് ആനകളെ ആകർഷിക്കുന്നത്. വണ്ട് പൂവിൽ പോയിട്ട് ചില പൂക്കളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ആ പൂ അങ്ങനെ കൂമ്പി അടയും, വണ്ട് ചത്തു. ഇപ്പോൾ റാഫ്ലീസിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പുഷ്പങ്ങളുണ്ട്, അത് ഇങ്ങനത്തെ മൃഗങ്ങളെ, ചെറിയ പാറ്റകളെ കഴിക്കണതാണ്, ഭക്ഷിക്കും. ആനിമൽ പ്രോട്ടീൻ കഴിക്കുന്ന ചെടികളുണ്ട്. അപ്പോൾ ഇതേപോലെ മായയുടെ മിഥ്യാവാസനകളിൽ പെട്ടിട്ട് മനുഷ്യർ അവരുടെ ആയുസ്സിനെ വെറുതെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ശങ്കര ഭഗവത്പാദരുടെ ഗുരുനാഥൻ ഗൗഡപാദാചാര്യർ ഒരു മാണ്ഡൂക്യോപനിഷത്തിന് കാരിക എഴുതിയിട്ടുണ്ട്. മാണ്ഡൂക്യ കാരിക എന്ന് പറയും. മാണ്ഡൂക്യോപനിഷത്ത് അത്ര വലിയ ഉപനിഷത്തൊന്നുമല്ല, കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. അതിനൊരു കാരിക എഴുതിയിട്ടുണ്ട്. ബദരിയിൽ വെച്ചിട്ടാണ് അത് എഴുതിയത്. ബദരിയിൽ ഇന്നും നമ്മളാ അളകനന്ദ നദിയിൽ ഒരു പാറയുണ്ട്, ഗൗഡപാദ പാറയാണത്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അദ്ദേഹം അത് എഴുതിയതെന്നാണ് കാരിക. അപ്പോൾ അതിൽ ഈ കാരികയിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, അണുമാത്രേപി വൈധർമ്മ്യെന്ന്, ഒരല്പം പോലും ആത്മവിസ്മരണം ഉണ്ടായാൽ മതി എന്ന്, വീണു പോകും. അത് മതി, കാലൊന്ന് തെന്നിയാൽ കൊക്കയിലേക്കാ വീഴ്ച. ഒരു ബാലൻസ് കളിയാണ് ഈ സംഭവം. അപ്പോൾ അനാത്മഭാവം കുറച്ചെങ്കിലും വന്നാൽ, ആത്മാവല്ല എന്ന് ഇതിൽ ആത്മാവിനെ കാണാൻ സാധിക്കാണ്ട് വന്ന, അപ്പോൾ നമുക്ക് ആ മായയുടെ ആവരണം പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന്. അല്പമെങ്കിലും ആ വ്യത്യാസം മനസ്സിലുണ്ടായാൽ മതി, ഒരു വീഴ്ച വന്നാൽ മതി, നമ്മൾ ആ മായയിൽ കുടുങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ അനാത്മഭാവം കൊണ്ടുണ്ടാകണ മായയുടെ ആവരണത്തിനെ 8ാമത്തെ സ്കന്ധത്തിൽ മുതലയായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പം ജഡബുദ്ധിയാവുന്ന ആത്മവിസ്മൃതി എന്തിലാ പോയി പെടുന്നത്? മായയാകണ ആവരണത്തിൽ പോയിട്ട് പെടും. അത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ആത്മവിസ്മരണത്തിൻ്റെ ശക്തി വർദ്ധിച്ച് നിസ്സഹായവും. പിടിച്ച മായയുടെ ശക്തി വർദ്ധിച്ച് പിടിമുറുകയും ചെയ്യും. അതാണ് മുതല. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവർ കിടക്കുമ്പോഴും, വെള്ളത്തിൽ കിടക്കുമ്പോഴും മുതലയുടെ പിടിക്ക് ബലം കൂടി വരണമെന്നാണ് പറയണത്. നമുക്കിത് കഥയുടെ രൂപത്തിൽ വരുമ്പോൾ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ രാജാവ്, എന്താ പറയുക, ഗന്ധർവന്മാരുടെ രാജാവായിട്ടുള്ള മുതല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. അങ്ങനെ സിംബോളിക്കായിട്ട് എടുത്താൽ പോലും അതിലും അർത്ഥങ്ങളുണ്ട്. അവരുടെ പൂർവ്വജന്മങ്ങൾക്കും അർത്ഥങ്ങളുണ്ട്, നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇതേ മുതലേ തന്നെയാണ് 10ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ കംസനാവുന്നത്. ഈ മുതലയാണ് കംസൻ.
ഇതേ ബ്രഹ്മം ഹരി, ഈ ഗരുഡൻ്റെ പുറത്ത് വന്ന ഹരി തന്നെയാണ് അവിടെ കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ വധങ്ങളിൽ, കൃഷ്ണൻ കൊല്ലുന്ന കഥകളിൽ ഫാസ്റ്റസ്റ്റ് ഡെത്ത് ആർക്കാ? കംസന. കണ്ട മാത്രമേ മരണം, ബാക്കിയൊക്കെ അടിച്ചും കുത്തി യുദ്ധവും ഒക്കെയുണ്ട്. എന്തുകൊണ്ടാണ് കംസൻ കണ്ട മാത്രയിൽ മരിച്ചത്? കാരണം മായയാണ്. മായയ്ക്ക് ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റില്ല. വെളിച്ചം വന്നാൽ ഇരുട്ടില്ലല്ലോ. വെളിച്ചം ഒരു സ്പോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് മരിക്കാൻ തുടങ്ങും. ഫുള്ള് വെളിച്ചം വന്നാൽ അവിടെ പിന്നെ ഇരുട്ടില്ല, ആ സെക്കൻഡിൽ മരണം നടക്കും. അതുകൊണ്ടാണ് കംസന് ഒരു മിനിറ്റ് പോലും സമയം കിട്ടാതെ മരിച്ചു പോകും. ബാക്കി എല്ലാവർക്കും സമയമുണ്ട്. കാരണം കംസൻ പൂർണ്ണ മായാരൂപിയാണ്. അതുകൊണ്ടാണ് മരണസമയത്തിന് മുമ്പ് കംസൻ കണ്ണാടി നോക്കുമ്പോൾ 2 തലയൊക്കെ കാണുന്നത്. എല്ലാം രണ്ടായി കാണുക എന്ന് പറയുന്നത് ദ്വൈതം കണ്ടു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് സംഭവിക്കും. അപ്പോൾ ഇവിടെ ഈ അമ്മാവനും മരുമകനും ഒറ്റ തവണ കാണുള്ളൂ. കണ്ട ഉടനെ അമ്മാവൻ മരിച്ചു. അനന്തരവൻ്റെ ദർശന മാത്രയിൽ മരണമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. കാരണം ജ്ഞാനത്തിനും അജ്ഞാനത്തിനും ഒന്നിച്ചിരിക്കാൻ സാധിക്കില്ല. എന്നിട്ടാണ് ശുഗമഹർഷി ഈ മുതലയും ഇതാണ്, ആന ഇതാണെന്ന് ഇതേ സ്കന്ധത്തിൽ തന്നെ വൃത്തിയായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആന ആത്മവിസ്മരണമാണ്, മുതല മായയുടെ ആവരണമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആത്മവിസ്മരണം ഉണ്ടാകുമോ എന്ന് പരീക്ഷത്തിന് ഭയമുണ്ട് എന്നുള്ളത് കൊണ്ട്. കാരണം ഇത്രയും ദിവസം എത്തി, നമ്മൾ പറയില്ലേ ഞാൻ ഇത്രയും എത്തിച്ചു, എനിക്കിനി ഇത്രയും ദിവസം കൂടെ കടന്നു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഇനി പരീക്ഷത്തിന് ആത്മവിസ്മരണം വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഗജേന്ദ്രൻ്റെ കഥ ഇവിടെ പറയും. പക്ഷെ പറയുന്നതിന് തൊട്ട് മുമ്പ് ആ ആത്മവിസ്മരണം വരാതിരിക്കാനൊരു ടാബ്ലറ്റ് കൊടുക്കും, ഒരു മരുന്ന്. ആ മരുന്ന് കഴിപ്പിച്ചിട്ടാണ് ഗജേന്ദ്രൻ്റെ കഥ പറയണത്. ആ മരുന്നാണ് മനുവിൻ്റെ സ്തുതി. അതുകൊണ്ടാണ് സ്വയംഭവ മനുവിൻ്റെ ചരിത്രം പറഞ്ഞ് സ്വയംഭവ മനു തപസ് ചെയ്യുന്ന സമയത്ത് ദുഷ്ടശക്തികൾ അദ്ദേഹത്തിനെ വധിക്കാൻ നോക്കുമ്പോൾ ഭഗവാൻ യജ്ഞത്തിൻ്റെ രൂപത്തിൽ അവതരിച്ച്, മുത്തശ്ശൻ യജ്ഞം സ്വയംഭവ മനുവിൻ്റെ പേരക്കുട്ടിയാണ്. ഈ ദേവഹൂതിയുടെ കൂടപ്പുറപ്പായിട്ടുള്ള ആഹൂതിയുടെ പുത്രനാണ്. ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മുത്തശ്ശനെ രക്ഷിച്ച കഥ പറയുമ്പോൾ ഒരു സ്തുതിയുണ്ട്. അതിൽ നിന്നാണ് ഞാൻ നേരത്തെ ഈശാവാസ്യത്തിലെ മന്ത്രം പറഞ്ഞത്. ആ സ്തുതി, ആ മന്ത്രോപനിഷത്താണ് പറഞ്ഞത്. ആ മന്ത്രോപനിഷത്താണ് അത്ര ആത്മവിസ്മൃതി വരാതിരിക്കാൻ പഠിക്കേണ്ടത്. അതാദ്യം പറഞ്ഞു കൊടുക്കണം. ആ ടാബ്ലറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ഏന ചേതയതേ വിശ്വം വിശ്വം ചേതയതേ നയം യോജാകർത്തിശയാനെ അസ്മിന്നായം തം വേദ വേദസാ. ഏതിൻ്റെ സത്ത കൊണ്ടാണോ വിശ്വം മുഴുവൻ ചൈതന്യമുള്ളതായിട്ട് തീരണത്, എന്തിനാണോ വിശ്വത്തിനെ ചൈതന്യമുള്ളതാക്കാൻ കഴിയുന്നത്, അതാണ് യഥാർത്ഥ അറിവ്. ഇതിൻ്റെ മുകളിൽ വേറൊരു അറിവില്ല വരാൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ച ജഗത്യാം ജഗത് ഈശാവാസ്യമിതം സർവം എന്നുള്ളതിൻ്റെ അതേ തന്നെ. ഈ സംസാരത്തിൽ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ, ഭൂതസങ്കലനങ്ങൾ, ഭൂതസമൃദ്ധികളുണ്ടോ, അതൊക്കെ പരമാത്മാവിനാൽ വ്യാപ്തമാണെന്ന് ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ. അതുകൊണ്ട് എന്തും ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം അതിനെ ഉപയോഗിക്കാൻ. എന്തും പൂജയായിരിക്കണം. ഭഗവാനെ ഞാൻ നിനക്ക് സമർപ്പിക്കണം. സ്വന്തം ശരീരം പോലും ഭഗവാന് സമർപ്പിച്ചിരിക്കണം. ഭഗവാൻ തന്നതേ നമുക്കുള്ളൂ, അതിനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കണേ പറഞ്ഞ് തിരിച്ചു കൊടുക്കണം. ഈ പഞ്ചോപചാര പൂജയിൽ എന്തുകൊണ്ടാണ് അഗ്നി, വായു, ജലം, പുഷ്പം, അല്ലേ, അല്ല ആകാശത്തിന് പുഷ്പം ഒക്കെ കൊടുക്കുന്നത്? ഇത് ഗജേന്ദ്രൻ്റെ കഥയിൽ ഈ പുഷ്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ താമര കൊടുക്കുന്നത് വലിയൊരു തത്വമാണ് കാണിക്കുന്നത്. അപ്പോൾ അർപ്പിച്ച ശേഷം വേണം ഉപയോഗിക്കാൻ, ഒന്നിലും ആസക്തി പാടില്ല എന്ന് വരുന്നു. ഇത് മുഴുവൻ പറഞ്ഞ് ഈ ഈശാവാസ്യ മന്ത്രം അതിൽ വരുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തുകളുടെ പ്രാധാന്യം എത്രയാണെന്ന് ശുഗൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം സന്ദീപനുടെ ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ നാളെ കൃഷ്ണൻ അത് പഠിക്കാൻ പോകുന്നുണ്ട്. കൃഷ്ണൻ അവിടെ പഠിച്ചത് ഈ ഉപനിഷത്തുകളാണ്. ഭഗവാന്റെ ചിന്തയുടെ അടിത്തറ തന്നെ ഉപനിഷത്തുകളാണ്. അത് ഗീത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഉപനിഷത്തുക്കളുടെ ചാറെടുത്തിട്ടാണ് ഭാഗവതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിഗമകൽപ്പതരോർഗളിതം ബലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം എന്ന് പറയാൻ കാരണം. നിഗമകൽപ്പതരോർഗളിതം, അതായത് കൽപ്പവൃക്ഷമാകണ ഉപനിഷൽ ശാഖകളിൽ നിന്ന് ഒഴുകി വരുന്ന അമൃതഫലത്തിൻ്റെ ചാറാണെന്ന്, പഴച്ചാറാണ് എടുത്തു തരുന്നത് ഇതിലേക്ക്. അപ്പം ഇങ്ങനെ ഭാഗവതത്തിൽ പല സ്ഥലത്തും വേദാന്തം വിസ്തരിച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു ഹൈറ്റാണ്. ഇപ്പം ഞാൻ സിംബോളിക്സത്തിൻ്റെ ഹൈറ്റാണ് പുരഞ്ജനോവയ്ക്കാൻ എന്ന് പറഞ്ഞു. അതേപോലെ വേദാന്തത്തിന് ഇങ്ങനെ പാച്ചയ്ക്ക് ഡയറക്റ്റായിട്ട് ഒട്ടും കലർപ്പില്ലാണ്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മനുവിൻ്റെ സ്തുതി. അങ്ങനെ ആത്മവിസ്മരണം എങ്ങനെ ഉണ്ടാവണു എന്ന് പറയാൻ വേണ്ടിയിട്ട് താമസ മന്വന്തരത്തിൽ എന്നാണ് പറയുന്നത്, ഇരുട്ട് നിറഞ്ഞ മന്വന്തരത്തിൽ. അപ്പോൾ മന്വന്തരം എന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
മന്വന്തരത്തിൽ മനസ്സ് തമോ ഗുണിയും ജഡബുദ്ധിയായിട്ട് തീരണ സമയത്ത് ഓരോരുത്തരുടെയും ജീവിതം ആരംഭിക്കുകയാണ്. ആ തമോ ഗുണത്തിൽ നിന്ന് മുക്തനാകാനുള്ള ഉപായം എന്താ ഭഗവാനേ എന്ന് പരീക്ഷിത്ത് ശുഗനോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് തമസ്സിനെ മാറ്റണമെങ്കിൽ ചൈതന്യം വരണം, പ്രകാശം വരണം. ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തിന് അന്യമായത്. മനസ്സിൻ്റെ കോർ ഫോമാണ് ചിത്ത്. ചിത്തുനിന്ന് അഹങ്കാരവും, അഹങ്കാരത്തു നിന്ന് ബുദ്ധിയും, ബുദ്ധിയിൽ നിന്ന് മനസ്സും ഉണ്ടാവുന്നത്. ആ ചിത്തിന് പോലും അന്യമായിട്ട് എന്തൊരു വസ്തു ഉണ്ടോ അത് ചൈതന്യം. അതിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മളിവിടെ ഭാഗവതം മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലാകില്ല. മനസ്സിലാകാതിരിക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ വരികയാണ് വേണ്ടത്. അപ്പം ചൈതന്യരൂപിയായിട്ടുള്ള ഹരിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഹരി എന്ന് പറഞ്ഞാൽ ഹ ശബ്ദം കൊണ്ട് ആകാശം, ര ശബ്ദം കൊണ്ട് അഗ്നി. അപ്പം ആകാശത്ത് ഉണ്ടാവണം അഗ്നി എന്താ? ഇടിമിന്നൽ. ഈ ഇടിമിന്നലിൻ്റെ രൂപത്തിൽ വരുന്ന ഭഗവാൻ ഹര, ഹരി, ഹ്രീം, ഇത് മൂന്നും ഒന്നാണ്. ഹരിനാമകീർത്തനത്തിൽ മുഴുവൻ എഴുത്തച്ഛൻ ഇതാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് മറ്റൊരു വിഷയമാണ്, പിന്നീട് പറയാം. ഗജേന്ദ്രമോക്ഷത്തിൽ ഗജേന്ദ്രൻ ആരായിരുന്നു, മുതലേ ആരായിരുന്നു എന്നൊക്കെ ശുഗൻ പിന്നീട് പറയുന്നുണ്ട്. വൃത്രൻ ആരായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞില്ലേ, ചിത്രകേതുവായിരുന്നു എന്ന്. ഇതുപോലെ ഇന്ദ്രദ്യുമ്നൻ്റെ കഥ ഇത് കഴിഞ്ഞിട്ടൊക്കെ വരും. ആത്മവിസ്മരണം എങ്ങനെയാണ് ഉണ്ടാവണമെന്നറിയാൻ ക്ഷീരക്കടലിൽ, പാൽക്കടലിൽ തന്നെയാണ്. പാൽക്കടലിൽ തൃകൂടം എന്ന് പറയുന്ന പർവ്വതത്തിന് അതിൽ ആണ് ഗജേന്ദ്രൻ്റെ കഥ നടക്കണ ആ സെറ്റിങ്, ആ ലൊക്കേഷൻ. അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ 3 ഗുണങ്ങളുള്ള സത്വരജസ്തമോ ഗുണങ്ങളുള്ള മായയുടെ ലോകമാണ് തൃകൂടപർവ്വതം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിന് 3 കൊടുമുടിയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ താഴ്വരയിലാണ് ഈ വനവും ഈ വിശാലമായിട്ടുള്ള സരസ്സും ഒക്കെ. അതിൻ്റെ ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊന്നും ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. ഗജേന്ദ്രൻ തൻ്റെ കൂട്ടുകാരികളായിട്ടുള്ള പിടിയാനകളോടും കുടുംബക്കാരോടും ഒക്കെ കൂടി അവിടെ കുളിക്കാൻ വരുന്നു. ഉന്മത്തനായിട്ട് നിന്നിട്ട് അവിടെ പിടിയാനകളെ വെള്ളം എടുത്തിട്ട് ചീറ്റി കുളിപ്പിക്കുകയാണ് മൂപ്പര്. അതായത് ഗൃഹപരിപാലനം നടത്തി മായയെ കുടുങ്ങുന്ന ഒരാളുടെ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുകയാണ് അവിടെ. അങ്ങനെ ആ പ്രവൃത്തി, അദ്ദേഹത്തിനൊരു അഹങ്കാരമുണ്ട്, ഞാനാണ് ഇവരുടെയൊക്കെ നേതാവ്, ഇവരൊക്കെ എന്നെ അനുസരിക്കും എന്നൊക്കെ കരുതിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് മുതല പട്ടിക്കണത്. മുതല പിടിച്ചു കഴിഞ്ഞ് ആദ്യം ഇവരൊക്കെ കൂടെ അദ്ദേഹത്തിനെ വലിച്ചു കയറ്റാൻ നോക്കും, നടക്കില്ല. വർഷങ്ങൾ കടന്നു പോകും. ആദ്യം ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യമാരിൽ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി. കുട്ടികളെയും കൊണ്ട് അവസാനത്തെ പ്രിയപ്പെട്ട ഭാര്യ പോയി ഗജേന്ദ്രൻ ഒറ്റയ്ക്കായി. അങ്ങനെ അനേകായിരം വർഷം അവിടെ കിടന്നു എന്നാണ് പറഞ്ഞത്. ഈ അനേകായിരം എന്ന് പറയുമ്പോൾ അനേകായിരം മനോവിചാരങ്ങളോട് കൂടിയിട്ട് സങ്കല്പിക്കണം. കാരണം എന്താ വെച്ചാൽ മനസ്സിൻ്റെ വിചാരവും സമയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ കുറച്ച് വിചാരത്തിൽ കുടുങ്ങിയിരുന്ന നേരം പോയതറിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് നേരം പലതും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നേരം പോയി എന്ന് നമുക്ക് കൽപ്പിതമായിട്ട് തോന്നും സങ്കല്പത്തിൽ. ചിലപ്പോൾ 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ഇയാളുടെ പ്രഭാഷണം എന്താ അവസാനിക്കാത്തതെന്ന് ചിന്തിക്കാറില്ലേ? അതേപോലെ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വസ്തുവിലും ഭഗവാനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ മരണം പോലും ആസ്വാദ്യകരമാവും ശരിക്കും. പക്ഷേ അത് സാധിക്കാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അരവിന്ദ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ആബ്സെൻസ് ലീവ്സ് ദ ഗ്രേറ്റസ്റ്റ് ആക്ഷൻസ് ഡൾ. ഇറ്റ്സ് പ്രസൻസ് മേക്സ് ദ സ്മോളസ്റ്റ് സീം ഡിവൈൻ. ഭഗവാന്റെ ഒരു അംശം വന്നാൽ ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും ഭഗവാന്റെ അംശം ഇല്ലെങ്കിൽ വെറുതെ ഡള്ളായിട്ട് തോന്നും. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഈശ്വരൻ്റെ സ്പർശം വന്നാൽ മഹത്തരമായിട്ടും തോന്നും. അങ്ങനെ ഗജേന്ദ്രൻ ഈ ഈശ്വരസ്പർശം വരാത്തത് കൊണ്ട് അനവധി കാലം അവിടെ എന്താ പറയുക, യുദ്ധം ചെയ്യുക ഇതിനോട് ചേർന്നിട്ട്. ആ സമയത്താണ് ഈ പിടിയാനകളും കൂടെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്താണ് തന്നെ മോചിപ്പിക്കാൻ ഇനി ആരുമില്ല എന്നുള്ള ചിന്ത വന്നത്. നമുക്കൊക്കെ വൈകി വന്ന വിവേകങ്ങളാണത്. എല്ലാവർക്കും അങ്ങനെയാണ് വൈകി വന്ന വിവേകം. നമ്മൾ എന്ത് ഭഗവാനെ ആശ്രയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമ്മൾ സ്വയം അങ്ങോട്ട് സോൾവ് ചെയ്യാനൊരു ശ്രമം നടത്തും. ഞാൻ ജരാസന്ധൻ്റെ കഥ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഭീമന് വല്ല ആവശ്യമുണ്ടോ 27 ദിവസം തല്ലുകൊള്ളേണ്ടത്? എല്ല് നുറുങ്ങി മര്യാദയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ കൃഷ്ണനോട് ചോദിച്ചാൽ പോരെ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ 27 ദിവസം തല്ലുകൊള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഭീമനെ പോലെയാണ്, തല്ലുകൊണ്ട് ഒരു പണിയാകുമ്പോൾ ഭഗവാനോട് ചോദിക്കുക, അത് മര്യാദയ്ക്ക് ശ്രദ്ധിക്കില്ല. എന്നിട്ട് അന്നും തല്ലുകൊണ്ടു. എന്നിട്ട് പിറ്റേ ദിവസമാണ് കുറച്ചുകൂടെ ശ്രദ്ധിച്ചു, അങ്ങനെയാണ് ഇങ്ങനെ ഇടണം എന്നുള്ളത് ഇങ്ങനെ ഇട്ടു മൂപ്പര് അത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഗജേന്ദ്രനും സകല എന്താ പറയുക പ്രതീക്ഷകളും നശിച്ച് നിരാലംബത്വത്തിൻ്റെ ഹൈറ്റ് എത്തിയപ്പോഴാണ് ഈശ്വരനെ വിളിക്കാൻ പൂർവ്വജന്മത്തിലെ സ്മൃതി കൊണ്ട് തോന്നിയത്. ചിലർക്ക് അത് തോന്നാറില്ല. അങ്ങനെയുള്ളവർ ആത്മഹത്യയും, അതല്ലെങ്കിൽ മനസ്സ് തകർന്ന് മരിക്കും.
വേറെ ചിലപ്പോൾ ഗജേന്ദ്രൻ്റെ സ്ഥാനത്ത് തന്നെ വേറൊരാളാണ് ഈ ഹൃദയസ്തംഭനം വന്ന് മരിച്ചിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ പോയിട്ടുണ്ടാവും. ആരെ ഭയം അല്ലേ? പാമ്പ് കൊത്തിയിട്ടുള്ള മരണങ്ങളിൽ 99% പേടിച്ചിട്ടുള്ള മരണം പറയും. ആറാം തമ്പുരാൻ വിഷവൈദ്യം നടത്തിയിരുന്ന കാലത്ത് ഇത് ഒരാളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് വിഷം കൊണ്ടൊന്നും അല്ലടോ, ഇത് പേടിച്ചിട്ടാത്രേ മരിക്കുന്നത്. അപ്പോൾ ആരെ ഭയന്ന് മൃത്യു കൂടി ഓടിപ്പോണോ ആ ഈശ്വരനെ ഗജേന്ദ്രൻ ശരണം പ്രാപിച്ചിട്ട് സ്തുതിക്കാൻ തുടങ്ങുന്നു. ആ സ്തുതിയുടെ ഗുണം എന്താ വെച്ചാൽ ഭഗവാന്റെ ഗുണങ്ങളെ സ്തുതിക്കുമ്പോൾ ആത്മാവിന് തൻ്റെ സ്വരൂപം ഓർമ്മ വരും, ആത്മസ്വരൂപം ഓർമ്മ വരും. അപ്പം ആത്മവിസ്മൃതിയാകണ ഗജേന്ദ്രന് ആത്മസ്വരൂപം ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് സ്തുതിച്ചത്. ഇതന്നെയാണ് നമ്മൾ സ്തുതിക്കുന്നതിൻ്റെ ഒക്കെ പർപ്പസ്, അല്ലാണ്ട് കാര്യസാധ്യത്തിനല്ല. ഏത് സ്തുതിയും ഈശ്വരന് ചെയ്യുമ്പോൾ ആ സ്തുതി പ്രിയങ്കരമായി തീരണു ഈശ്വരന് നമുക്ക് തോന്നാൻ കാരണം നമുക്ക് ഭഗവാനെ ഓർമ്മ വരണമെന്നുള്ളതുകൊണ്ടാണ്. ഭഗവാനെ സ്തുതിയും ബാധിക്കുന്നില്ല, നിന്ദയും ബാധിക്കുന്നില്ല. അദ്ദേഹം ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. സ്തുതിക്കുമ്പോൾ വാസ്തവത്തിൽ ഹർഷം കൊള്ളുന്നത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവ് ഭഗവാൻ തന്നെയാണ് താനും. സ്തുതിയുടെ അർത്ഥം അതാണ്. തമസ്തോദാരപൂർവ്യം യഥാവിധ ഋതസ്യ ഗർഭം ജനുഷാ വിവർത്തന അസ്യ ജാനന്ദോ നമജ്യുദ്ധിവക്തന മഹസ്തേ വിഷ്ണോ സുമതിം ഭജാമഹേ. ഋഗ്വേദമാണ്. വിഷ്ണുവിനെ സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റിനെയാണ് ആ മന്ത്രം പറയണത്. സ്വന്തം ആത്മാവ് ഹർഷത്തിൽ വരും. വിഷ്ണു സകലയിടത്തും വ്യാപിച്ചിരിക്കണവനെ തിരിച്ചറിയാറാകും. അത്ര മനോഹരമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് വേദത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ. അപ്പം ഇവിടെ ഗജേന്ദ്രൻ സ്തുതിക്കുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ സ്മരിക്കുന്നുകൊണ്ട് ഗജേന്ദ്രന് തൻ്റെ ആത്മസ്വരൂപം ഓർമ്മ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവൻ്റെയും ബ്രഹ്മത്തിൻ്റെയും അഭേദമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്ന സമയത്താണ് ഗജേന്ദ്രന് മോക്ഷം കിട്ടുക. ആ സമയത്ത് ആത്മാവ് അങ്ങോട്ട് തിളങ്ങും. ഗജേന്ദ്രൻ ആദ്യം തൻ്റെ മനസ്സിനെ ഹൃദയത്തിൽ ഇങ്ങനെ സ്ഥിരാക്കി ആ പരമേശ്വരനെ നമസ്കരിച്ചിട്ട് പൂർവ്വജന്മത്തിൽ പഠിച്ച സ്തോത്രമാണെന്നാണ്. കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ഉപാസിച്ചിരുന്ന സ്തോത്രം അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അതാണ് യസ്മിന്നിതം യതശ്ചേദം ഏനേതം വേ ഇതം സ്വയം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഏതിലാണോ ഈ ജഗത്ത് സ്ഥിതി ചെയ്യണത്, ഏതിൽ നിന്നുണ്ടായോ, ഏതിലാണോ ഇത് വ്യാപിച്ചിരിക്കണത്, ഏതാണോ താൻ തന്നെ ജഗത്തായിട്ട് രൂപം കൊണ്ടത്, ഏതാണോ ഈ കാര്യവും കാരണവുമായിട്ടുള്ള ജഗത്തിനും അപ്പുറത്ത് നിൽക്കുന്നത്, ആ സ്വയംഭൂവായിട്ടുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കണമെന്നാണ് പറഞ്ഞത്. ശരണാഗതി വീണ്ടും നോക്കൂ. പ്രഹ്ലാദനിലും ശരണാഗതിയായിരുന്നു, ഗജേന്ദ്രനിലും ശരണാഗതിയായിരുന്നു. ശരണാഗതി പ്രാപിച്ച് ആ സ്തുതിയുടെ ഹൈറ്റിൽ ഏതൊരു ജന്മം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഭഗവാനോട് സമ്പൂർണ്ണ സമർപ്പിതമായിരിക്കണം. അത് ഇന്നേ ഉറപ്പിച്ചാൽ നമുക്കിനി നാളെ പുഴുവായാലും ഈ ഓർമ്മയുണ്ടാവും. ഭരതനെ പോലെ ഭരതൻ മാനായപ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ലേ? അപ്പോൾ വേഗം ആ ജീവിതം വിട്ട് അടുത്തേക്ക് കടക്കാൻ സാധിക്കും. രണ്ട്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കണം വിഷ്ണുവിനെ അറിയാൻ പഠിക്കുക. മൂന്നാമത്തത്, നമ്മുടെ മുക്തിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥന എന്ന്. ആ മുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ടുള്ള പുണ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നല്ല റിസൾട്ടുകളും തരും. മോശം ഫലങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടെങ്കിൽ അതിനെ ലഘൂകരിച്ചും തരും. ആവുന്ന പോലെ എന്ന് വെച്ചാൽ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കണ്ണിൽ തട്ടേണ്ടത് പുരികത്തിൽ തട്ടിച്ചു വിടും, അനുഭവത്തിൽ വരും. നമ്മൾ മുക്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കാരണം ആത്യന്തിക ലക്ഷ്യം പുറത്ത് കിടക്കേണ്ട ഗേറ്റ് എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള ഡോറുകളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി ആ മെയ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും. നമ്മൾ ബാലരമേൽ പണ്ട് വരച്ച് കളിക്കില്ലേ, വഴി കണ്ടുപിടിക്കുക. വഴി കണ്ടുപിടിക്കുന്നത് പഠിക്കേണ്ടതാണ് പ്രധാനമായിട്ട്. ഏറ്റവും അവസാനം പുറത്ത് എവിടെ കിടക്കാമെന്ന് നമ്മൾ ആദ്യം നോക്കുക, അല്ലേ? എന്നിട്ട് അവിടേക്ക് പോകാനാണ് ബുദ്ധി. അതിലിപ്പോൾ ഈ ബുദ്ധി വെക്കാം, ജീവിതത്തിൽ വെക്കാൻ അറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാറ്റിൻ്റെയും മിക്സിയുടെയും ട്രാക്ടറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ യൂസർ മാനുവൽ വായിക്കും, ഫോണിൻ്റെയും. അവനവൻ്റെ യൂസർ മാനുവൽ ആരും വായിക്കാറില്ല. അപ്പോൾ ഗജേന്ദ്രൻ്റെ ഈ മുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമർപ്പണത്തിൻ്റെ ആ ആത്മവിസ്മൃതി പോയിട്ട് ആത്മബോധം വരുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന പ്രാർത്ഥനയാണ് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ നാരായണാഖില ഗുരു എന്ന് വിളിക്കുന്ന ആ സമയത്തുണ്ടല്ലോ, ഈ വയറിന് അടിത്തട്ടുന്നാണ് നമുക്കത് വരിക. അത് കാരണം എന്താ വെച്ചാൽ ആത്മാവിൻ്റെ വിളിയാണത്. ആ പരബ്രഹ്മമാകണ സ്വരൂപത്തിനെ വിളിക്കുകയാണ്. അഖില ഗുരോ എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനെ തകർക്കണവനേ. ഗുരു ശബ്ദം ഇരുട്ടിനെ തകർക്കണമെന്നർത്ഥം. പറഞ്ഞു താമസമന്വന്തരത്തിൽ ഇരുട്ട് മൂടിയ മനസ്സിൽ ആത്മവിസ്മൃതി കൊണ്ടുള്ള ഇരുട്ടിനെ തകർക്കാനായിട്ട് അല്ലയോ വെളിച്ചമാകണ ഹരേ നീ വന്നാലും എന്ന് പറയണം. അപ്പോൾ ആ
ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടണം എന്നുള്ളതാണ്. ആ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ബ്യൂട്ടിയാണ്. ആ വിശേഷ രീതിയിൽ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചതുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ നിൽക്കുന്ന ഞാൻ ബ്രഹ്മാവ്, ഞാൻ മഹാദേവൻ, അല്ലെങ്കിൽ ഞാൻ സുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ ഞാൻ ശാസ്താവ്, അല്ലെങ്കിൽ ഞാൻ ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് മൂർത്തിഭേദങ്ങളിൽ നിൽക്കുന്ന ചൈതന്യങ്ങളൊന്നും തന്നെ ഗജേന്ദ്രനെ മുക്തനാക്കാൻ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മാവിനെ ആയിട്ടുള്ള പരമാത്മസ്വരൂപത്തിനെ ഈ രൂപങ്ങളിലും നിൽക്കുന്നതിൻ്റെ അന്തസത്തയായിട്ട് ഏതൊരു സ്വരൂപം നിൽക്കണോ അതിനെയാണ് വിളിച്ചതെന്നുള്ളതുകൊണ്ട് അവരൊക്കെ മിണ്ടാണ്ടിരുന്നത്. ഭഗവാൻ തന്നെ വരട്ടെ, ആ സ്വരൂപം തന്നെ അവതരിക്കട്ടെ എന്നുണ്ട്. അവർ ഭഗവാനിന്ന് ഭിന്നരായതുകൊണ്ടല്ല, വിളിച്ചത് അങ്ങനെയാണ്. അഖില ഗുരോ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. അതുകൊണ്ട് ആ ഭഗവാൻ വരാൻ വേണ്ടിയിട്ട് അവർ കാത്തു. അതുകൊണ്ട് സർവസ്വരൂപനും സർവദേവമയനുമായിട്ടുള്ള ആ പൊന്നു ഗുരുവായൂരപ്പൻ വേദമയമായിട്ടുള്ള ഗരുഡനിൽ കയറി വന്നു എന്നാണ്. വേദമയം എന്നാണ് പറയണത്. കയ്യിൽ സുദർശനത്തിൻ്റെ ചക്രവുമായിട്ട് ദേവന്മാരോട് കൂടിയിട്ട് റെറ്റിന്യുണ്ട്, ഒരു വലിയ സംഘം ദേവതാശക്തികളോട് കൂടിയിട്ട് അത്ര ഭഗവാൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഹരി എന്ന പേരോട് കൂടിയിട്ട്. അത് ഛന്തോമയേന ഗരുഡേന സമൂഹ്യമാനാന്നാണ് ഭാഗവതം പറയണത്. ഛന്തസ്സിൻ്റെ രൂപത്തിൽ ഗരുഡൻ അവിടെ വേദമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഗരുത്മാൻ ഡയതേ എന്ന് പറഞ്ഞാൽ സങ്കല്പശക്തി കൊണ്ട് ഭാവനയുടെ ലോകത്തേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന എന്തൊരു ശക്തിയുണ്ടോ അതാണ് ഗരുഡൻ. ആ സങ്കല്പശക്തി, ഇമാജിനേഷൻ്റെ പവറിനെ, ഭാവനയ്ക്ക് ഭഗവാനെ രൂപത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വിഷ്ണു ഗരുഡൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെയും അതാണ്. ഇവിടെ ആ സങ്കല്പശക്തിക്ക് വേദത്തിൻ്റെ അറിവിൻ്റെ രൂപം കൊടുത്തിരിക്കണം. അതാണ് ഛന്തോമയേന ഗരുഡ, ഛന്തസ്സിൻ്റെ രൂപത്തിൽ. ഛന്തസ് വെച്ചാൽ മീറ്റർ, അതിൻ്റെ രൂപത്തിലുള്ള ഗരുഡൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഭഗവാൻ വന്നത്. അതെങ്ങനെ? അജ്ഞാനത്തിൻ്റെ രൂപിയായിട്ടുള്ള മായാരൂപിയായിട്ടുള്ള തമസ്സായിട്ടുള്ള മുതലേ വധിക്കാൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധം എന്താ? ഭഗവാന്റെ കയ്യിൽ എത്രയോ ഗംഭീര ആയുധങ്ങളുണ്ട്. ആ ഗദ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ വരാത്ത രോഗങ്ങളില്ല. അതുകൊണ്ടാണ് എൻ്റെ ഗദ നശിപ്പിക്കണേ എന്നാണ് പറയണത് ഭട്ടേരി. മാം ഗദ, മാം ഗദ. ഗദ അവിടെ രോഗം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. കൗമോദകി എന്ന് പറഞ്ഞ ഗദ ഭഗവാന്റെ ഏറ്റവും ഭീഷണമായിട്ടുള്ള ആയുധമാണ്. പക്ഷെ ഭഗവാൻ അത് അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. വരാഹാവതാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ. ശാർങ്കം എന്ന് പറയുന്ന ഒരു വില്ലുണ്ട്, നാന്തകം എന്ന് പറഞ്ഞൊരു വാളുണ്ട്. ഇങ്ങനെയൊക്കെ ആയുധങ്ങളിരിക്കെ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു ആയുധമാണ് പത്മം. അത് ആയുധ. അത് മറ്റൊരവസരത്തിൽ പറഞ്ഞുതരാം അതെങ്ങനെ ആയുധം എന്ന്. പിന്നെ ചക്രം, ഇവിടെ കയ്യിൽ ചക്രം. എന്താ ചക്രം? സുദർശനം, സമ്യക്കായ ദർശനം. എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്നതെന്തോ അത് സുദർശനം. അതിനി അംബരീഷചരിതത്തിലും വരും. അവിടെ നമ്മുടെ വിചാരം ദുർവാസാനെ ആരോ അങ്ങനെ മിരട്ടി ഓടിച്ചു, അതിൻ്റെ പുറകെ. അതൊന്നും ആ അർത്ഥത്തിലല്ല അവിടെ എടുക്കേണ്ടത്. കാരണം ദുർവാസാവ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു കോമാളി കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൊണ്ടൊന്നുമല്ല. ഇപ്പം കുബേരൻ്റെ പറഞ്ഞ പോലുള്ള ഉപാസനാ ശക്തിയാണ്. അപ്പം ഈ സുദർശനത്തെ കൊണ്ടാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ സുദർശനം കൊണ്ട് മുതലയെ മുറിച്ച് ആത്മവിസ്മൃതിയാകണം, മായയെ മുറിച്ച് ആത്മബോധം വന്ന ഗജേന്ദ്രനെ രക്ഷിക്കുകയാണ്. ആ ഗജേന്ദ്രനാകട്ടെ ഭഗവാനെ ആകാശത്ത് കാണുന്ന മാത്രയിൽ ആത്മബോധം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, ആത്മസമർപ്പണം ചെയ്യാൻ. ആത്മാവ് എവിടെയായിരിക്കുന്നത്? ഹൃദയം, അവൻ ഇരിക്കുന്ന സ്ഥലം. അതിൻ്റെ പ്രതീകം ഹൃദയ കമലം. അതുകൊണ്ട് താമര പറിച്ചെടുത്തിട്ട് തുമ്പിക്കൈയിൽ വെച്ചിട്ട് ഭഗവാന്റെ നേരെ നീട്ടണു. ഭഗവാന്റെ കൈ കൊടുക്കണമെന്നുണ്ട്. കാലിലെ പിടികാരന് എത്തുന്നില്ല, വലിയും. മുതലങ്ങോട്ട് വലിക്കും, വീണ്ടും അങ്ങോട്ട് വലിക്കും, വീണ്ടും അങ്ങോട്ട് കുറച്ച് നേരേണ്ടത്. ആ വലിക്കുന്ന സമയത്ത് ഭഗവാൻ ഗരുഡനോട് താഴ്ന്ന് പറക്കാൻ പറഞ്ഞിട്ട് കൈ നീട്ടിയിട്ടാണ് ആ താമര മേടിച്ച് ഈ കയ്യിൽ വെച്ചിട്ട് ആ കൈ പിടിച്ചങ്ങോട്ട് വലിച്ചങ്ങോട്ട് കയറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് കൈ നീട്ടേണ്ട ആവശ്യമുള്ളൂ. ഭഗവാൻ 10 ചോട് ഇങ്ങോട്ട് വരും. ആ ഹൃദയത്തെ സമർപ്പിച്ചതാണ്. ആ നാരായണൻ്റെ നാമം ചൊല്ലി നാരായണാഖില ഗുരു എന്നും പറഞ്ഞിട്ട് ആ താമര എടുത്തു കൊടുക്കും. നമ്മൾ സാര ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ ഒരു താമര എടുത്തു കൊടുക്കും. അതല്ല, ഹൃദയത്തെ സമർപ്പിക്കുക. നമ്മുടെ ഹൃദയത്തെ ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ മുതലെന്താ അതിൽ വില്ലനാണോ? അല്ല, അജ്ഞാനവും ബ്രഹ്മത്തിൻ്റെ മായ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ തന്നെ ആവരണശക്തിയാണ്. അതിനെയും മോചിപ്പിക്കുന്നുണ്ട്. ഞാൻ മനോഹരമായിട്ടൊരു പെയിൻറ്റിങ് കണ്ടിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ വലിയവാട സപ്താഹത്തിൽ ഞാനത് പറഞ്ഞു. അതിലെങ്ങനെയാ വെച്ചാൽ ഗജേന്ദ്രമോക്ഷം നമ്മൾ കാണുന്ന മാതിരി ഇങ്ങനെ ചക്രം അയച്ച് കൊല്ലൊന്നുമല്ല. ഗജേന്ദ്രനാണ് ആനയെടുത്ത് ഭഗവാൻ ഒരു കൊച്ചു കുഞ്ഞിനെ തോളത്തിട്ടിരിക്കുന്ന മാതിരി ആന ഇങ്ങനെ കിടക്കുന്നുണ്ട് തോളത്ത്. മുതല ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. രണ്ടുപേരെയും ചേർത്ത് നിർത്തിയിരിക്കുന്നു ഭഗവാൻ. ശരിക്ക് അർത്ഥമറിയണ ഏതോ നല്ല സെൻസുള്ള ഒരാളാണ് വരച്ചിരിക്കുന്നത്.
ഗജേന്ദ്രമോക്ഷം ശരിക്കും എന്താണെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആരുടെ ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ തന്നെത്താൻ തോന്നിയിട്ടോ വരച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഈ ഗജേന്ദ്രമോക്ഷ കഥ ഭക്തിയുടെ മാഹാത്മ്യത്തിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഭഗവാൻ ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഇങ്ങനെ ഇന്നും വരും. ഇപ്പം നമ്മൾ ഒറീസയിൽ സാക്ഷി ഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു ഭഗവാനുണ്ട്, കണ്ടിട്ടുണ്ടോ? കോടതിയിൽ സാക്ഷി പറയാൻ പോയതാണ് മൂപ്പര്. അതേപോലെ തന്നെ കഴിഞ്ഞൊരു 50 കൊല്ലം മുമ്പ് മദ്രാസിലെ ഒരു കോടതിയിൽ വെങ്കടേശ്വര സ്വാമി സാക്ഷി പറയാൻ വന്നൊരു കഥയുണ്ട്. അതും വിസ്തരിക്കുന്നില്ല, ഭഗവാൻ വരും. നിങ്ങൾക്കൊക്കെ തന്നെ അനുഭവം ഉണ്ടാവും, രൂപത്തിലോ അല്ലാതെയോ ഒക്കെ വന്ന് കാഴ്ച കൊടുത്തത്. ഇന്നലെ രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ധനുമാസത്തിലെ പുണർന്ന നക്ഷത്രം. അപ്പോൾ എൻ്റെ ഈ വീഡിയോസിൻ്റെ റീൽസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഗുരുവായൂർ അടുത്താണ് ആ കുട്ടി താമസിക്കുന്നത്. അവളുടെ പിറന്നാളാണ് ഇന്നലെ. അപ്പോൾ ഇന്നലെ രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ എൻ്റെ പിറന്നാളാണ്, ഞാൻ 1-ാം പ്രഭാഷണം കഴിഞ്ഞിട്ട് പോയപ്പോഴുള്ള മെസ്സേജ് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പം സന്തോഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഗുരുവായൂർക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണല്ലോ ഇപ്പോൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എന്തോ ഞാൻ പറഞ്ഞു, പിറന്നാളല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ പിന്നെ ഒരാളോട് പ്രാർത്ഥിക്കാമെന്ന് ഏറ്റാൽ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആ വാക്ക് ഞാൻ പാലിക്കും. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണതിന് മുമ്പ് മൂപ്പരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് പ്രസാദിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോന്നു. വൈകിട്ട് ആ കുട്ടിയുടെ മെസ്സേജ് വന്നിരിക്കുക, ഭയാനക തിരക്കായിരുന്നു, പ്രസാദവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, കയറാനും പറ്റിയില്ല. അപ്പോൾ ഒരു വെള്ളം മുണ്ടെടുത്തിട്ട് ഒരാൾ വന്നിട്ട് തൊഴുതോ ചോദിച്ചു അത്ര. ഭഗവതിക്കെട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ, ഇല്ല തൊഴുതില്ല, തിരക്കല്ലേ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ദിവസമായിട്ട് വന്നിട്ട് എന്താ പറഞ്ഞിട്ട് തൊഴാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ സ്റ്റാഫ് ക്യൂവിൻ്റെ അതിൽ കൂടെ കയറ്റി വിട്ടു. കുട്ടി തൊഴുത് പുറത്ത് വന്നപ്പോണ്ട് ഇദ്ദേഹം കാത്തു നിൽക്കണം. ഭഗവാന്റെ സ്വർണ്ണുരുളിയിൽ നേദ്യം അടക്കം മേശാന്തിമുറിയുടെ അവിടെ നിന്ന് മേടിച്ചിട്ട് എടുത്ത് കൈ കൊടുത്തിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ആ ആളെ ഇതിന് മുൻപോ ഈ കുട്ടി അവിടെ സ്ഥിരം തൊഴണേണ്. അങ്ങനെ ഒരാളെ മേശാന്തി മുറിയിലോ പരിസരത്തോ കണ്ടിട്ടില്ല. ദേവസ്വം ടാഗില്ല. ആ കിട്ടിയ പ്രസാദങ്ങളുടെ മുഴുവൻ ഫോട്ടോ എടുത്തിട്ട് കണ്ണീര് കുതിർന്നൊരു മെസ്സേജ് എനിക്ക് ഇന്നലെ രാത്രി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ എങ്ങനെയൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല. അത് രൂപത്തിലാവാം, ദ്രവ്യത്തിൻ്റെ രീതിയിലാവാം. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രവർത്തനങ്ങൾ നമ്മൾ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ പലപ്പോഴും നമ്മൾ കരുതുന്ന മാതിരി ഈ രൂപത്തിലൊന്നുമല്ല വരിക. അങ്ങനെ വരണം നിർബന്ധം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിയതമായ രൂപമില്ല. നിയതമായിട്ട് രൂപമില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു നമ്മൾ ആഗ്രഹിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. അനവധി കഥകളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റി മാത്രം വെച്ചെന്നെ നേരനുഭവമായിട്ട് എനിക്ക് അനവധി കഥകളുണ്ട്. ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ, ഞാൻ ഒരു വയസ്സായിട്ടുള്ളൊരു അച്ഛനെയും അമ്മയും അവിടെ തൊഴാൻ സമ്മതിക്കാണ്ട് ടോക്കൺ കൊടുക്കാണ്ട് അവരെ നിർത്തി കരയിപ്പിക്കാൻ കണ്ടിട്ട് ഞാൻ ചോദിച്ചാൽ ടോക്കൺ കിട്ടും. ഞാനപ്പോൾ ഗോപുരത്തിൽ നിൽക്കും കൂടിയാണ്. ഞാൻ ടോക്കൺ മേടിച്ച് കൊടുത്തു കഴിഞ്ഞ് അവർ തൊഴുത് വരുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇവരെ തടഞ്ഞതല്ലേ, ഇവർ CCTVയിൽ കയറുന്നത് കാണുമല്ലോ, അപ്പോൾ മാനേജർ അന്വേഷിക്കില്ലേ ഞാൻ ടോക്കൺ കൊടുക്കാത്ത ഇവരെങ്ങനെ കയറിയെന്ന്. ഞാൻ ആലോചിച്ച നിമിഷം ഗുരുവായൂരപ്പൻ CCTV ഓഫാക്കി. വടക്ക് വശത്ത് കൂടെ അവർ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ CCTV ഓണുമായി. അത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ ചുരുക്കി 2 വരിയിലാണ് കഥ പറഞ്ഞത്. സിനിമാ കഥ പോലെ ഇരിക്കും അതൊക്കെ. അനുഭവ ഭഗവാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിന്. അപ്പോൾ ഭഗവാൻ ഇന്നത് വലുത് ഇന്നത് ചെറുത് അതേമാതിരിയാണ് അവിടെ ഇരിക്കണം അമ്മയും. അടുത്തിരിക്കാതെ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശക്തയായിട്ടുള്ളൊരു ദേവതാ സാന്നിധ്യമാണ്. അപ്പോൾ ഗജേന്ദ്രൻ്റെ മുന്നിൽ ഭഗവാൻ വന്നു, നമ്മുടെ മുന്നിൽ വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരും. ആത്മവിസ്മൃതി പോയി ആത്മബോധം ഉണ്ടായാൽ മാത്രം മതി. അത് ഉറച്ചതായിരിക്കണം. ഗജേന്ദ്രൻ്റെ പോലെ സമ്പൂർണ്ണ സമർപ്പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആത്മബോധം വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ നിങ്ങൾ കണ്ടിരിക്കും. കാരണം അത് വേറെ എവിടെയല്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അകത്താണ്, എൻ്റെ ഈ ഹൃദയത്തിൻ്റെ അകത്താണ്. അതിനെ പുറത്തുനിന്ന് അതിന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് മറ്റൊരു ലോകത്തല്ല ഇരിക്കണം, നമ്മുടെയൊക്കെ അകത്തന്നെ ഇരിക്കണം. അതിനുശേഷം ഗജേന്ദ്രൻ്റെ പൂർവ്വജന്മം പറഞ്ഞു കൊടുക്കണം. പൂർവ്വജന്മം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ദ്രദ്യുമ്നൻ എന്ന് പേരുള്ള പ്രഖ്യാതനായിട്ടുള്ളൊരു പാണ്ഡ്യരാജാവായിരുന്നു എന്ന് പറയണു. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ടച്ച് വന്നു. മധുരയിലായിരുന്നിരിക്കണം അദ്ദേഹം ജീവിച്ച്. പാണ്ഡ്യരാജാക്കന്മാരൊക്കെ സുന്ദരേശ്വരൻ്റെയും മീനാക്ഷിയുടെയും വംശക്കാരാണ്. മഹാദേവൻ്റെ നിന്നും അമ്മയുടെ നിന്നും ഉണ്ടായിട്ടുള്ള വംശമാണ്. പാണ്ഡ്യേശവംശതിലകം ധരിക്കണം അകത്ത്. കേരളേ കേളി വിഗ്രഹം അർത്ഥത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ. അപ്പം ആ പാണ്ഡ്യവംശത്തിൽ ജനിച്ചിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ
ഒരിക്കൽ മലയപർവ്വതത്തിൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗസ്ത്യമുനി ശിഷ്യന്മാരോട് കൂടിയിട്ട് അവിടെ വന്നു. രാജാവ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അഗസ്ത്യനെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അഗസ്ത്യൻ ദേഷ്യം വന്ന് ശപിച്ചു എന്നാ പറയണത്. നീ ബ്രാഹ്മണ ജാതിയെ തിരസ്കരിച്ചിരിക്കണു, ബ്രഹ്മത്തെ അറിയണ എന്നെ കണ്ടിട്ട് നീ തിരിച്ചറിഞ്ഞില്ല, ആനയെപ്പോലുള്ള ജഡബുദ്ധിയാണ് നിനക്ക്, അതുകൊണ്ട് നിനക്ക് ഘോരമായിട്ടുള്ള ആ ആനയുടെ ഗർഭത്തിൽ ജനിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് കാണിച്ചിരിക്കുക. അതിൽ കൃത്യമായിട്ട് ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ജഡബുദ്ധിയാണ്. അപ്പോൾ ഞാൻ ശരത്ത് വെറുതെ ചുമ്മാ പറഞ്ഞതല്ല, ഗജേന്ദ്രൻ ജഡബുദ്ധിയാണ് എൻ്റെ പ്രതീകമാണെന്ന് അഗസ്ത്യ മഹർഷി അവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജഡബുദ്ധിയായിട്ടുള്ള ആനയായിട്ട് അതേപോലെ ബിഹേവ് ചെയ്തുകൊണ്ട് നീ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മജ്ഞാനികളെ ആര് അപമാനിക്കണോ, ബ്രഹ്മത്തിനെ ആര് വിസ്മരിക്കണോ അവരുടെ ബുദ്ധി ജഡമായിരിക്കും. അവ എപ്പോഴും ഓർക്കുക, ഈശ്വരൻ നിന്ന് വിമുഖമായിട്ട് ലൗകികത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ബുദ്ധി ദക്ഷനാണ്, ഈശ്വരനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ബുദ്ധി ദധീചിയാണ്, ഈശ്വരനെ മറന്ന ബുദ്ധി ഗജേന്ദ്രനാണ്. ബുദ്ധിയുടെ 3 സ്വരൂപങ്ങളെയാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും 5 മിനിറ്റ് കൂടുതലാട്ടോ, ഉറപ്പാണ്. മധുചേട്ടൻ ഇവിടെ സ്പീഡ് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം കലികാലത്തിൽ ഗജേന്ദ്രമോക്ഷം വായിച്ചു കഴിഞ്ഞാൽ ഈ ആത്മവിസ്മരണം മാറും. ഇനി നമുക്ക് ലൗകികത്തിലേക്ക് ഒരു ഉപകാരത്തിനും കൂടെ പറഞ്ഞുതരാം. ദുസ്വപ്നം കാണാതിരിക്കാൻ ഗജേന്ദ്രമോക്ഷം വായിച്ചാൽ മതി. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വലിയ ട്രോമകളുണ്ടാവും ജീവിതത്തിൽ, വലിയ ദുരന്തങ്ങളുണ്ടായിട്ട് ഉറക്കം കിട്ടാണ്ടേക്ക് ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗജേന്ദ്രമോക്ഷം വായിക്കുക. കുറഞ്ഞതൊരു 3 പ്രാവശ്യം വായിക്കുക, കഴിയുമെങ്കിൽ 11 പ്രാവശ്യം വായിക്കുക ദിവസവും. വളരെ വിശേഷമാണ്. ഗജേന്ദ്രമോക്ഷം നിത്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ടിട്ടുള്ള സാംസാരിക ദുഃഖങ്ങളൊക്കെ നശിക്കും. അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്താൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ മനനം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മന്ത്രത്തിന് തുല്യമാണ്. അതിൽ ആ നാരായണാഖില ഗുരു എന്നുള്ള വരുന്ന ശ്ലോകത്തിനെ 3 പ്രാവശ്യം ഉറക്ക ചെല്ലുക. എപ്പോഴും ഈ സ്തുതികൾ കഴിയുന്നതും കേൾക്കാവുന്നൊരു ശബ്ദത്തിൽ, നമ്മുടെ ശരീരത്തിൽ സൗണ്ടിൻ്റെ വൈബ്രേഷൻ പോണ പോലെ ഉള്ളൊരു അത്രയെങ്കിലും ശബ്ദത്തിൽ നമ്മൾ ചെല്ലെന്ന് വെച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വരട്ടി അങ്ങനെ അതല്ല. അവർ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും മെല്ലെ ചെല്ലിയാൽ മതി, മറ്റുള്ളവരുടെ ഭജനയെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കരുതല്ലോ. അപ്പം ഭഗവാൻ തന്നെ അതിൻ്റെ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട് ഗജേന്ദ്രൻ്റെ അടുത്ത്. ഏതൊരാളാണോ പ്രാതകാലത്ത് ഇന്ദ്രിയങ്ങളെ നിയമേനപൂർവ്വം സംഗ്രഹിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ അടക്കി, കണ്ണ് മൂക്ക് കാത് കണ്ണും തലയും പറക്കാണ്ട് ഇടയ്ക്ക് ആരാ വന്ന് നോക്കുക, ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുക, അതൊന്നും ചെയ്യേണ്ട. അതാണ് ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ ആദ്യത്തെ ലെസൻസ്. അതൊക്കെ ചെയ്ത് ഏകാഗ്രതയോടെ എൻ്റെ ജന്മം രൂപം ഇതൊക്കെ സ്മരിക്കണോ, അവൻ സകല പാപങ്ങളിൽ നിന്നും മുക്തനാവും. പ്രാണാവസാന കാലത്ത് ആരാണോ നിൻ്റെ സ്തുതി കൊണ്ട് എന്നെ പ്രാർത്ഥിക്കണം, മരണസമയം എടുക്കുമ്പോൾ ഇത് കാണാപ്പാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡെങ്കിലും വെച്ചിട്ട് വായിക്കുക പുസ്തകം, അല്ലെങ്കിൽ ആരോടെങ്കിലും വായിച്ചു തരാൻ പറയുക. ആ ഗജേന്ദ്രസ്തുതി കൊണ്ട് എന്നെ പ്രാർത്ഥിക്കണോ, അവനെ ഞാൻ പവിത്രനാക്കുന്ന ബദരീനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി അവിടെ പറഞ്ഞിട്ട് ആ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം എടുത്തിട്ട് അങ്ങോട്ട് മുഴക്കിയതാണ്. ആ ഓംകാരം അങ്ങനെ പ്രപഞ്ചം മുഴുവൻ മാറ്റിക്കൊണ്ട സമയത്ത് ആ ഗരുഡൻ ചിറകങ്ങോട്ട് വിരിച്ചിട്ട് ഭഗവാനുമായിട്ട് അങ്ങോട്ട് പറന്നങ്ങോട്ട് ഉയർന്നു. ഈ വിധത്തിൽ ഗജേന്ദ്രൻ്റെ മോക്ഷത്തെ പറയണു. അതിനുശേഷം അമരത്വത്തിനുള്ള പ്രകൃതിയുടെ സമുദ്രമഥനത്തിൻ്റെ കഥയാണ്. അമരത്വം കിട്ടാൻ വേണ്ടി നമ്മുടെയൊക്കെ ഉപാസനയുടെ കഥയാണ് വാസ്തവത്തിൽ ഈ അമൃതമഥനം എന്ന് പറയണത്. അത് അടുത്തതിൽ ചുരുക്കി പറഞ്ഞ് വാമനാവതാരം പറയാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ഹരേ നമഃ.